മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ദൃശ്യം 3യുടെ ട്രെയിലർ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ടീസർ വന്നപ്പം കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കൂടാതെ ജിത്തു ജോസഫ് ഏതൊരു ഇൻ്റർവ്യൂ എടുത്താലും പറയുന്നുണ്ട് സാധാരണ ഒരു കുടുംബചിത്രം, മാനസാന്തരം വന്ന ഒരു ജോർജ് കുട്ടിയെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം, വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിച്ച് വരണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാനുള്ളതുണ്ട് എന്ന് തോന്നിക്കുന്ന ടൈപ്പ് ഒരു ട്രെയിലറാണ്. നമുക്ക് ട്രെയിലർ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? വീണ നന്ദകുമാർ ഏതായാലും ഇന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഒരു കഥാപാത്രം ഏകദേശം ഇന്നായിട്ടുണ്ട്. പിന്നെ ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ ശ്യാമിൻ്റെ ഒരു കട്ടുണ്ടാവുമല്ലോ, ആ ശ്യാമിൻ്റെ ഒരു കട്ടുണ്ട്. പിന്നെ ശ്യാമിൻ്റെ ബന്ധുവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കണ്ടു നോക്കാം. ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്? പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. ജോർജ് ആളൊരു ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനുണ്ട്. ഒന്നാം പാർട്ടിലുള്ള കുറേ ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, പോലീസുകാരനുള്ള ആളൊക്കെ. ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. ഈ പറഞ്ഞ ഈ വക്കീലുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഈ സിനിമയുടെ തുടക്കത്തിലുള്ള സംഭവങ്ങളായിരിക്കും. സിനിമ തുടങ്ങി നപ്പായിട്ട് വരുമ്പോൾ, അതായത് ജോർജ് കുട്ടിയുടെ പേടി കാര്യങ്ങൾ, ആരെങ്കിലും പുറകെയുണ്ടോ, പിന്നെ ഒരു കുറ്റബോധം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ആ രീതിയിലൊക്കെ ആയിരിക്കും സിനിമ തുടങ്ങുന്നത്. അതാ ജിത്തു ജോസഫ് പറഞ്ഞ്. സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കി. ഇതാണ് ഭാവനയാണോ? പെട്ടെന്ന് നോക്കുമ്പോൾ ഭാവനയായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊരു പുതിയ ക്യാരക്ടറാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ഫയൽസും, പുള്ളിയെക്കുറിച്ചുള്ള എല്ലാ ഫയൽസും ടേബിളിലിറങ്ങി എത്തണം എന്നാണ് പറയുന്നത്. വാവ്, ജോർജ് കുട്ടി നന്നായിട്ട് എന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. അതെന്തായിരിക്കും? ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോന്ന് ഈ 21-ന് കാണാം എന്നാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്, അതായത് ട്രെയിലർ പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞിട്ടില്ലാത്ത കാരണമല്ലേ ദൃശ്യം 3. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, പോലീസും കോടതിയും ഒന്നും ജോർജ് കുട്ടിയുടെ പുറകെ വരാൻ പാടില്ല എന്നൊരു ഇത് വെച്ചിട്ടാണ് ദൃശ്യം 2 തീരുന്നത്. പക്ഷേ മീഡിയയോട് വരാൻ പാടില്ല എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഒരു വീണ നന്ദകുമാർ ഒരു മീഡിയ പേഴ്സണായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ജോർജ് കുട്ടിയുടെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ തെളിവ് കിട്ടി, ഈ സംഭവങ്ങളെല്ലാം വീണ്ടും കുത്തിപ്പൊക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ജിത്തു ജോസഫ് എന്തൊക്കെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ പടത്തിൽ വീണ നന്ദകുമാറിന് നല്ലൊരു റോൾ ഉണ്ടായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ആസിഡ് വെത്ത് കത്തിച്ച കാര്യം എന്തുകൊണ്ട് മറയ്ക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ എന്തെങ്കിലും, അല്ലെങ്കിൽ അറിയാതെ മോഹൻലാൽ വരൻ്റെ അച്ഛനോട് പറയുകയോ ഒക്കെ ചെയ്യുന്നതിൽ നിന്നായിരിക്കും പിന്നെ ഈ കഥ മുമ്പോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ചെറിയ തിരുത്തുണ്ട്. മറ്റേ വീണ നന്ദകുമാറിൻ്റെ കൂടെയുള്ള ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ
വരുണിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ വരുണിൻ്റെ ബന്ധു എന്ന രീതിയിൽ തോന്നുന്നുണ്ട് എന്ന് എനിക്ക് പറഞ്ഞില്ലേ. ഏകദേശം ഫസ്റ്റ് പാർട്ടിൽ വരുണിനെ കാണിക്കുമ്പോൾ ഏകദേശം ഈ പയ്യൻ്റെ ഒരു ലുക്കാണ്. എന്തായാലും ചുമ്മാ സാധാരണ ഒരു പടമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അസാധാരണമായിട്ടുള്ള പടമാണെങ്കിൽ നോക്കണ്ട. മലയാള സിനിമയിലെ ഇതുവരെ കാണാത്ത എല്ലാ റെക്കോർഡുകളും ഒരു ഫസ്റ്റ് 300 crore മൂവി വരെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നത് അതുപോലെയാണ്. ഇതിൻ്റെ ടിക്കറ്റൊക്കെ ഇത്ര പെട്ടെന്ന് തന്നെ ഓപ്പണാക്കി ബുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഡേ കളക്ഷൻ 100 crore ഓൾ ഇന്ത്യ പറ്റില്ല. ഇന്ത്യർ വേൾഡ് ഒരു 100 crore കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം ആകുമോ? കണ്ടറിയാം. മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക്.